ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ ചിലര് വെല്ലുവിളിക്കുകയാണ്. ഷാഫി ഇമാമിനെ വെല്ലുവിളിക്കുകയാണ്. ആ ചോദ്യത്തിന് മറുപടി പറയോ, ഈ ചോദ്യത്തിന് മറുപടി പറയോ? ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഞാൻ 2 ചോദ്യം ചോദിക്കുകയാണ്, ഞാൻ 3 ചോദ്യം ചോദിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ചില പ്രസംഗങ്ങൾ. ഷാഫി ഇമാം തങ്ങളോട് അങ്ങനെ ചോദിച്ചപ്പോ ഷാഫി ഇമാമിനോട് പലരും പറഞ്ഞു, അതിനൊക്കെ മറുപടി പറയണം ഉസ്താദേ, അതിനൊക്കെ മറുപടി പറയണം. അപ്പൊ ഷാഫി ഇമാം ചൊല്ലിയതാണ്, ഖാലൂ സകത്ത വഖദ് ഖുസിംത ഖുൽതു ലഹും ഇന്നൽ അവരൊക്കെ പറയുന്നു, നിങ്ങൾ എന്തേ മറുപടി പറയാത്തത്? ഞാനവരോട് പറഞ്ഞു, ഈ കാണുന്നതിനൊക്കെ മറുപടി പറയൽ നാശത്തിന്റെ വാതിലിന്റെ താക്കോലാണ്, അത് നാശത്തിന്റെ വാതിൽ തുറക്കലാണ്. വസുംതു അൻ ജാഹിലിൻ ഔ അഹ്മഖിൻ സറഫു വഫീഹി അയ്ളൻ ലിസൗനിൽ ലിർദി ഇസ്ലാഹു. അങ്ങനെ കാണുന്നതിനൊക്കെ മറുപടി പറയൽ അത് മാന്യന്മാരുടെ സ്വഭാവമല്ല. ഓരോരുത്തരുടെയും അഭിമാനം കാത്തു സൂക്ഷിക്കാൻ നല്ലത് അതില്ലാതിരിക്കലാണ്. അതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്, മറുപടി പറയാതിരിക്കുന്നതിൽ ഗുണമുണ്ട്. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, അമാത്രൽ ഉസ്ദതു ഖുസാവഹിയ സാമിതതുൻ വൽ കൽബു തുസാല അംരി വഹിയ നബ്ബാഹു. നീ കാണുന്നില്ലേ, സിംഹത്തെ കാണുന്നില്ലേ? സിംഹം മിണ്ടുന്നില്ല, ഒരൊറ്റ ഇരുത്തം. എല്ലാവരും പേടിക്കുകയാണ്, സിംഹത്തെ മിണ്ടുന്നില്ല. അതേ സമയത്ത് വേറൊരു ജീവിയുണ്ട്, കുരച്ചോണ്ടേയിരിക്കുകയാണ്, ആർക്കും ഒരു വിലയില്ല. ഞാൻ ഏത് സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്നാ നിങ്ങൾ പറയുന്നത്? ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു സൂചിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്ഷമ വേണം. ഒരാൾ ചീത്ത വിളിക്കുമ്പോൾ ക്ഷമ വേണം, അതുപോലെ തെറി പറയുമ്പോൾ ക്ഷമ വേണം, ചിലപ്പോൾ വെല്ലുവിളിക്കുമ്പോഴും ക്ഷമ വേണം. വിവരമില്ലാത്തവന്റെ വെല്ലുവിളിക്കെല്ലാം മറുപടി തരാൻ പോവാ, അവിടെയും വേണം ക്ഷമ. അങ്ങനെ വല്ലദീന സബറു ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിം, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ ക്ഷമ വേണം, ദുഷ്കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നതിൽ ക്ഷമ വേണം. അതൊരു വലിയ ക്ഷമയാണ്. പിന്നെയോ പണ്ഡിതന്മാര് പറയുന്നു, വസ്സബ്റു അലാ സിഖലിൽ അംറാദി വൽ മദാർ, വല്ലാത്ത വേദനയുള്ള രോഗം, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ മാന്യത നഷ്ടപ്പെടുന്ന രോഗം, അങ്ങനെ എന്ത് രോഗം വന്നാലും, ഏത് അപകടം വന്നാലും, ഏത് പ്രശ്നം വന്നാലും, ഏത് കച്ചവടത്തിൽ പൊളിഞ്ഞാലും, ഏത് ജോലി നഷ്ടപ്പെട്ടാലും, എത്ര കടം പിടിച്ചു പോയാലും, എത്ര തന്നെ ശരീരം മെലിഞ്ഞു പോയാലും, ആരെന്ത് ചീത്ത വിളിച്ചാലും ഒക്കെ ബുദ്ധിമുട്ടല്ലേ, പ്രശ്നമല്ലേ? അവിടെയെല്ലാം ക്ഷമ വേണം. രോഗം വരുമ്പോൾ അതിന് റബ്ബെനിക്ക് പ്രതിഫലം തരുമെന്ന ബോധം വേണം, എൻ്റെ ദോഷം പുറത്തു പോകുമെന്ന ബോധം വേണം. അതേ, ക്ഷമകേട് കാണിക്കാൻ പാടില്ല. പടച്ചവൻ എന്തിനാ എനിക്ക് ഈ രോഗം തന്നത്? അങ്ങനെയുള്ള അതപേടുള്ള ഒരു വാക്കും പറഞ്ഞു പോകല്ലേ. റബ്ബെന്ത് തന്നാലും ക്ഷമ വേണം. ഏത് രോഗത്തിലും മുസീബത്തിലും ക്ഷമ വേണം. വീണ്ടും പണ്ഡിതന്മാര് പറയുന്നു, വല്ലാത്ത ദുഃഖമുണ്ടാക്കുന്ന, ടെൻഷൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. സുബ്ഹാനല്ലാഹ്, ഭർത്താവിന് ജോലി നഷ്ടപ്പെട്ടു എന്ന് കേൾക്കുകയാണ്, ഭാര്യക്ക് ടെസ്റ്റിന് എഴുതിയിരിക്കുകയാണ്, അതേ കുടുംബത്തിലൊരാൾ ആക്സിഡന്റ് ആയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ബന്ധപ്പെട്ട ഒരാൾ ജയിലിലായിരിക്കുകയാണ്, വേറെ ഒരാൾ അദ്ദേഹം നിരപരാധിയാണ്, കേസിൽ കുടുങ്ങിയിരിക്കുകയാണ്, മറ്റൊരാൾ യാത്ര മുടങ്ങിക്കിടക്കുകയാണ്. അങ്ങനെ ഏത് വിഷയം വന്നാലും അവിടെയെല്ലാം
റബ്ബിന്റെ പൊരുത്തം ലക്ഷ്യം വെച്ചുകൊണ്ട് ക്ഷമിച്ചവർ. പിന്നെയുള്ള ക്ഷമ ഏതാണ്? വസ്സബ്റു അലാ തർക്കിൽ മുസ്തഹയാത്ത്. അതേ, ആശിക്കപ്പെടുന്ന സംഗതികൾ, ശാരീരിക ചാപല്യങ്ങൾ, ആഗ്രഹിക്കുന്ന സംഗതികൾ, സിനിമ കാണണമെന്ന തോന്നലാണ്, സീരിയൽ കാണണമെന്ന തോന്നലാണ്, അന്യ പെണ്ണിലേക്ക് നോക്കണമെന്ന തോന്നലാണ്, എനിക്കൊന്ന് മാറുമറക്കാതെ തലമറക്കാതെ ഇറങ്ങി നടക്കണമെന്ന തോന്നലൊരു പെണ്ണിന് സംഭവിക്കുകയാണ്. ഞാൻ 2 ദിവസം മുമ്പ് ഓർമ്മപ്പെടുത്തിയതുപോലെ കൗമാരപ്രായമുള്ള നല്ല ഭംഗിയുള്ള ആൺകുട്ടികളെ കാണുമ്പോൾ അവർക്കൊന്ന് കൈ കൊടുക്കണമെന്ന തോന്നലാണ്, അവന്റെ ശരീരം ഒന്ന് പിടിച്ചു ഞെക്കണമെന്ന തോന്നലാണ്, ഒരന്യ പെണ്ണിലേക്ക് നോക്കണമെന്ന തോന്നലാണ്. അങ്ങനെ ഹറാമായ എന്തെല്ലാം ശഹ്വത്തുകളുണ്ടോ അത് മുഴുവനും ക്ഷമിക്കാനുള്ള, അതെല്ലാം കയ്യൊഴിക്കാനുള്ള ക്ഷമ വേണം. വസ്സബ്റു അലാ തർക്കിൽ മുസ്തഹയാത്ത്. ഇങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ക്ഷമ, ദുഷ്കർമ്മങ്ങൾ ചെയ്യാതിരിക്കാനുള്ള ക്ഷമ. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ 10 പവന്റെ ഒരു സ്വർണമാല നമ്മളെ മുന്നിൽ തിരിഞ്ഞും പറഞ്ഞൊക്കെ നോക്കി, ഇങ്ങോട്ടും തിരിഞ്ഞും പറഞ്ഞൊക്കെ നോക്കി, ആരും കാണാനില്ല. അവിടെ എങ്ങാനും CCTV ഉണ്ടോ നോക്കി. വലിയ CCTV ഉണ്ട് കേട്ടോ, നമ്മളെ ഓരോരുത്തരുടെയും ചുമലിൽ റഖീബ് കാറ്റീത്. ആ CCTVക്ക് ഒരു കറണ്ടും വേണ്ട, ഒരു ബാറ്ററിയും വേണ്ട. ആ മലക്കുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, ലഹു മുഅഖിബാതും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ്. വലത്തും ഇടത്തും മലക്കുണ്ട്, രേഖപ്പെടുത്തുന്ന മലക്കുണ്ട്. അതുപോലെ ഒരുപാട് മലക്കുകളുണ്ട്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ മലക്ക് എഴുതുന്നതോ രേഖപ്പെടുത്തുന്നതോ എല്ലാം കൊടുക്കുന്നവനും തടയുന്നവനുമായ റബ്ബ് കാണുന്നതോ ആ ബോധമൊന്നുമില്ല. CCTV ഉണ്ടോന്നാ നോക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ആ സ്വർണമാല കുനിഞ്ഞിങ്ങെടുക്കുകയാണ്. എടുക്കുന്നത് എന്തിനാണ്? പരസ്യം ചെയ്ത് അതിൻ്റെ ഉടമക്ക് കൊടുക്കാനല്ല, അത് മെല്ലെ കൊണ്ടുപോയി വിറ്റ് കാശാക്കാനാണ്, അല്ലെങ്കിൽ വീട്ടിൽ കൊടുക്കാനാണ്. ഈ സ്വർണം കാണുമ്പോൾ അതെടുക്കാൻ നിന്റെ ശരീരം നിന്നെ നിർബന്ധിക്കുമ്പോൾ, ശൈത്താൻ പ്രേരിപ്പിക്കുമ്പോൾ അത് തൊടാൻ ഞാനില്ല. അതിന് നല്ല ക്ഷമ വേണം. ഒരാൾ വന്ന് പറയാണ്, സുബ്ഹാനല്ലാഹ്, മറ്റവൻ കച്ചവടം ചെയ്തതാണ് 10 ലക്ഷത്തിന്. അതെ, അതെന്തായാലും മറിച്ച് വിറ്റാൽ 15 ലക്ഷം കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ 50,000 എനിക്ക് ബ്രോക്കറേജ് തന്നാൽ 11,000-ന് ഞാൻ നിങ്ങൾക്ക് വിൽപ്പിച്ചു തരാം, ഞാൻ ആ കച്ചവടം പൊട്ടിച്ചു തരാം. അപ്പോൾ അങ്ങനെ ഒരു 15 ലക്ഷം എനിക്ക് വേണ്ട. അവിടെയും ക്ഷമിക്കാൻ കഴിയണം, ശരീരത്തെ മനസ്സിനെ ബന്ധാക്കാൻ കഴിയണം. എനിക്ക് ഹലാലല്ലാത്തത് വേണ്ട, കള്ളം പറഞ്ഞിട്ട് വേണ്ട, വാക്ക് ലംഘിച്ചിട്ട് വേണ്ട. കഫീല് വിളിച്ച് പറയാണ്ടൊരു ദിവസം, ഇവന് ഞാൻ നേരത്തെ വാടകക്ക് കൊടുത്തത് ഇത്ര വാടകക്കാണ്, നീ അതിനേക്കാൾ കുറച്ച് വാടക കൂട്ടി തന്നാൽ ഞാനത് നിനക്ക് തരാം, അവനെ ഞാൻ ക്യാൻസൽ ചെയ്തോളാം. പക്ഷേ ആ പീഡികക്ക് ലക്ഷക്കണക്കിന് ദിർഹം ചെലവഴിച്ചിട്ടുണ്ട് ഈ കച്ചവടക്കാരൻ. അവന്റെ വലിയ പണം അതിന്റെ മേലെ ചെലവഴിച്ചിട്ടുണ്ട്, കഫീലിൻ്റെതല്ല. ഈ പാവം മനുഷ്യൻ അധ്വാനിച്ചുണ്ടാക്കിയോ കടം വാങ്ങിയോ ചെലവഴിച്ചതാണ്. ഇവൻ പെട്ടെന്ന് ഇവന് തോന്നുന്ന നല്ല ബിസിനസ്സിങ് എന്റെ പേരിൽ കിട്ടിയാൽ കഫീൽ റെഡിയാണല്ലോ, അവൻ്റേത് ഞാനിങ്ങി വാങ്ങിയാൽ കഫീൽ എനിക്ക് തരാൻ റെഡിയാണല്ലോ. ഉടനെ തന്നെ അതേ എന്നാ ഞാനാകാം, ഞാൻ അല്പം കഫാലത്ത് കൂടുതൽ തരാം എന്ന നിലക്ക് വാങ്ങി പിടിച്ച് പറിക്കുന്ന ചില ആളുകളില്ലേ.
പിടിച്ച് പറിച്ചവരില്ലേ, പറിച്ചുകൊണ്ടിരിക്കുന്നവരില്ലേ, ഹക്കും ബാത്തിലുമില്ലാതെ ജീവിക്കുന്നവരില്ലേ? ഇവിടെ ഈ പണം കാണുമ്പോൾ നിനക്ക് ക്ഷമിക്കാൻ കഴിയണം. പെണ്ണിനെ കാണുമ്പോൾ ക്ഷമിക്കാൻ കഴിയണം, പണം കാണുമ്പോൾ ക്ഷമിക്കാൻ കഴിയണം, എല്ലാ സ്ഥലത്തും ക്ഷമ വേണം. അതാണ് വല്ലദീന സബറു ബിത്തിഗാഅ വജ്ഹി റബ്ബിഹിം, റബ്ബിന്റെ പൊരുത്തം കരുതി ക്ഷമിച്ചവർ. അതേ, അത്തരത്തിലുള്ള മനുഷ്യന്റെ ചാപല്യം, ശാരീരിക ചാപല്യം ക്ഷണിക്കുന്ന വിഷയങ്ങൾ, അത് പണമാകട്ടെ, മറ്റ് ശഹ്വത്തുകളാകട്ടെ, വേറൊരു ശഹ്വത്തുണ്ട് കേട്ടോ. ആ ശഹ്വത്ത് പലപ്പോഴും വലിയ വലിയ ആളുകളെ തന്നെ പിടികൂടുന്ന ശഹ്വത്താണ്. അതെന്താണ്? സുബ്ഹാനല്ലാഹ്, ഒരു സംഘടനയിൽ അതിന്റെ പുനഃസംഘടനയാണ്. ആ പുനഃസംഘടന നടക്കുമ്പോ ഒരു ശഹ്വത്ത്, എനിക്ക് പ്രസിഡന്റ് ആകണമെന്ന ശഹ്വത്ത്, എനിക്ക് സെക്രട്ടറി ആകണമെന്ന ശഹ്വത്ത്, എനിക്ക് ട്രഷറർ ആകണമെന്ന ശഹ്വത്ത്, അതുപോലെ ഞാൻ പ്രസിഡന്റ് ആയില്ലെങ്കിലും വൈസ് പ്രസിഡന്റ് ആകണമെന്ന ശഹ്വത്ത്, ഇതൊക്കെ ശഹ്വത്താണ്. എനിക്ക് ഖിദ്മ ചെയ്യാൻ പ്രസിഡന്റ് ആകണോ, എനിക്ക് സെക്രട്ടറി ആകാൻ, എനിക്ക് ഖിദ്മ ചെയ്യാൻ സെക്രട്ടറി ആകണോ, മറ്റൊരാളാ ഭാരം ഏറ്റെടുത്തിട്ട് സേവനം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അതല്ലേ പടച്ചവന്റെ അടുക്കൽ ഫലം എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് പോലെ പള്ളി കമ്മിറ്റിക്ക് പോലും ഇപ്പോൾ അതാ ഓരോ അടയാളം വെച്ച്, ചിഹ്നം വെച്ച് മത്സരിച്ച് ജയിക്കുന്ന കാലമായില്ലേ? സംഘടനയുടെ തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോ അതാ മുറുപിറുപ്പുകളും ചിലപ്പോ പ്രതിഷേധ പ്രകടനങ്ങളും നടക്കുന്നില്ലേ? ഇത്തരം ശഹ്വത്തുകളില്ലാതെ ക്ഷമിക്കാൻ കഴിയണേ. സ്ഥാനമാനത്തിന് വേണ്ടിയുള്ള ശഹ്വത്ത്, പണത്തിന് വേണ്ടിയുള്ള ശഹ്വത്ത്, സുബ്ഹാനല്ലാഹ്. അതുപോലെ വ്യാജ തരീഖത്തിന്റെ ശൈഖന്മാരെ ശഹ്വത്തില്ലേ, ആളുകൾ കൈപിടിച്ച് ചുംബിക്കണമെന്ന ശഹ്വത്ത്, ജനങ്ങൾ എന്നെ കണ്ടാൽ ഞാൻ വലിയ ശൈഖാണ് എന്ന് വിചാരിക്കണമെന്ന ശഹ്വത്ത്, സുബ്ഹാനല്ലാഹ്. അതിനു വേണ്ടി ആലിമീങ്ങളാരെയും ചീത്ത വിളിക്കും, ഏത് പണ്ഡിതനെയും നിസ്സാരപ്പെടുത്തും, ശറഇന്റെ ഏത് നിയമവും മറികടക്കും. അങ്ങനെയുള്ള ആ ശഹ്വത്തുണ്ടല്ലോ, ഞാൻ വലിയ ശൈഖായി അവരോധിപ്പിക്കണമെന്ന ശഹ്വത്ത്, ഇതെല്ലാം പിശാച് കൊണ്ടുവരുന്ന, തടീച്ച കൊണ്ടുവരുന്ന ശഹ്വത്താണ്. വഖാലിഫിൻ നഫ്സ് ശൈത്താന വസീമാ വഇൻഹുമാ മഹദാകൻ നുസ്ഹ ഫത്തഹിമീ. എല്ലാവരും എഴുതിയിട്ട് സ്വലാത്ത് ചൊല്ലണം. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം.